யோகி பால குடி. குடிக்க மாட்டேனே. நீ என்ன பண்ணுவ? அப்பா கிட்ட சொல்லிடுவேன். சொல்லிக்கோ. பிடி. யோகி நான் குடிக்க மாட்டேனே. இப்ப நான் குடிக்கிறேன். ஆனா ஸ்கூல்ல என்ன பண்ணுவ? என்ன பண்ணுவ? നമ്മള് കുട്ടികൾക്ക് പാല് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് നമുക്ക് പാരൻസിന്. പാല് കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ആരോഗ്യം കുറഞ്ഞു പോവുക, അവരുടെ വളർച്ച കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഓസിഫിക്കേഷൻ നടക്കാതെ പോവുക, എല്ലിനും പല്ലിനും ഒക്കെ ഗുണം കുറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. നമുക്ക് സാധാരണ ഫുഡിൽ നിന്ന്, നമുക്ക് വിശപ്പുള്ള കുട്ടികൾക്ക് സാധാരണ ഫുഡിൽ നിന്ന് പാലില്ലെങ്കിലും നമുക്ക് ആരോഗ്യകരമായ ഇമ്മ്യൂണിറ്റിയോട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഫുഡുകളും സമീകൃത ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പാല് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പാൽ ഒരു സമീകൃത ആഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പലപ്പോഴും ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്നു. അതിന് പകരം നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ചിരണ്ടി തേങ്ങ കൊടുക്കാം, തേങ്ങ തിന്നാൻ കൊടുക്കാം. അതുപോലെ തേങ്ങ നമ്മൾ പുട്ടിലോ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഫുഡിൻ്റെ കൂടെയും നമുക്ക് തേങ്ങ കൊടുക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ തേങ്ങ അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മിനറൽസിൻ്റെ ഒന്നൊരു ഡെഫിഷ്യൻസി വരാതെ കുട്ടികളെ നമുക്ക് ആരോഗ്യകരമായിട്ട് കഫക്കെട്ടും ചുമയൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പാല് കൊടുത്താലാണ് കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടാവരുത് എന്ന് കരുതി 2-3 നേരമൊക്കെ പാല് കൊടുക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. പലപ്പോഴും ഈ പാല്, നമ്മുടെ കേരളത്തിൽ ഇന്ന് കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് നമുക്ക് ആടിൻ്റെ പാല് അല്ലെങ്കിൽ പശുവിൻ്റെ പാല്, നമ്മുടെ വീട്ടിൽ പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാലൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആ കാലമെല്ലാം മാറി ഇന്ന് ഫുഡാണ് കുട്ടികൾക്കെന്ന് നമ്മൾ അങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ മാതാപിതാക്കൾ ശീലിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പാല്, ഇറച്ചി, മീൻ, മുട്ടയൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ. പലപ്പോഴും ഈ പാല് ഇതിൻ്റെ അകത്ത് വില്ലനായി വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാൽസ്യം കൂടും അല്ലെങ്കിൽ കാൽസ്യം കുറയാതിരിക്കാനാണ് നമ്മൾ പാല് കൊടുക്കുന്നത്. പക്ഷെ മദേഴ്സ് മിൽക്കാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി തരുന്നത് മദേഴ്സ് മിൽക്കാണ്. അപ്പോൾ 2 വയസ്സ് വരെയെങ്കിലും നമുക്ക് മദേഴ്സ് മിൽക്ക് കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം കൂടെ കഫക്കെട്ട് വരാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ വരാത്ത കുട്ടിക്ക് പകരം ഒരു കോമ്പൻസേഷനായിട്ട് ഈ മിൽക്ക് പ്രോഡക്ട്സോ അല്ലെങ്കിൽ മിൽക്ക് പൗഡേഴ്സ് നമുക്ക് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്, മൾട്ടിനാഷണൽ കമ്പനികളിൽ. ഈ സാധനങ്ങളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. ഈ കുട്ടികൾക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഈ കൗ മിൽക്ക് അല്ലെങ്കിൽ ഡയറി ഫാമുകളിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് വളരെ അഡൾട്രേറ്റഡ് ആണ്. പല രീതിയിലുള്ള കാർസിനോജൻസ് വരെ അതിൻ്റെ അകത്തുണ്ട്. അതിന് പരമാവധി നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ. മിൽക്ക് ഇല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നവും ആരോഗ്യപരമായിട്ട് വരില്ല, ദോഷം മാത്രമേ വരുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.